സമയം രാത്രി 3 മണി. ഇതാണ് എൻ്റെ ഇൻട്രോ. നശിപ്പിച്ച്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ബാംഗ്ലൂർ പോവാണ്. സമയം ഇപ്പം 3 മണി. വരുൺ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ബാംഗ്ലൂരേക്ക് പോവാണ്. ബാംഗ്ലൂരല്ല നമ്മുടെ ലക്ഷ്യമെങ്കിലും ഇന്നത്തെ സ്റ്റോപ്പ് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ പോയിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. നവീനേട്ടനുണ്ട് നമ്മളിവിടെ. നവീനേട്ടനും കുറച്ച് പരിപാടിയുണ്ട്. സോ ഫസ്റ്റ് സ്റ്റോപ്പ് ബാംഗ്ലൂർ. അടുത്ത് പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണിക്കാം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. പക്ഷേ വേറൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി, വിശക്കുന്നതല്ല, അമ്മ ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് പൊന്നും മോന് വേണ്ടിയിട്ട്. അത് കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അമ്മക്ക് വിഷമാവും. അതുകൊണ്ട് നമ്മൾ ദോശ കഴിച്ചിട്ട്, നമ്മളല്ല എനിക്ക് ഇത്ര രാവിലെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ദോശ കഴിച്ചിട്ട് ഇറങ്ങാനാണ് പ്ലാൻ. അത് നമുക്ക് റോഡിൽ കാണാം. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ഹിറ്റ് ബാംഗ്ലൂർ. നമ്മൾ എത്രയൊക്കെ തവണ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാരൻസ് എപ്പോഴും ആ ഒരു ആങ്സൈറ്റി ഉണ്ട്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു നട്ടുപാത്രത്തിൽ ഇറങ്ങിയപ്പം ആർക്കാരും ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ്. നമ്മൾ ആദ്യം പോകുന്നത് കണ്ടോത്തിലെ നമ്മുടെ സ്ഥിരം പെട്രോൾ പമ്പിലേക്കാണ്. ആടെ നമ്മൾ ആ നവീനേട്ടൻ കാത്തിക്കുന്നുണ്ട്. വരുണിന് പെട്രോളും അടിക്കണം. ഈ ഒരു പെട്രോൾ പമ്പാണ് മിക്കവാറും റൈഡിൽ നമ്മുടെ സ്ഥിരം മീറ്റിംഗ് പോയിന്റ്. നല്ല പെട്രോൾ പമ്പാണ്, ഫുൾ ടൈം ആൾക്കാരുണ്ടാവും, വെല്ലിറ്റാണ്. മിക്കവാറും സമയം നമ്മൾ ഇവിടെ തന്നെയാണ് പെട്രോളും അടിക്കല്. ഇതിൻ്റെ നാടാണ് പയ്യന്നൂർ. ഈ സ്ഥലത്തിൻ്റെ പേര് പെരുമ്പാന്നാണ്. ഇവിടെ നമുക്കൊരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, എന്തൊക്കെയുണ്ട്. ഇത് നമ്മുടെ NH ആണ് ബൈ ദ വേ. ഈ കഫേയൊക്കെ ഇത്രയും നേരം തുറക്കുന്നുണ്ടല്ലേ. ഈ സമയത്തൊന്നും നമ്മൾ ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇതാണ് പെരുമ്പ പാലം. ഇതിൻ്റെ താഴെക്കൂടി ഒരു വലിയ പുഴ ഒഴുകുന്നുണ്ട്. നമ്മളിവിടുന്ന് തളിപ്പറമ്പ്, ഇരട്ടി, മാക്കൂട്ട ആ ഒരു റൂട്ടാണ് പിടിക്കുന്നത്. മാക്കൂട്ട ഫോറസ്റ്റ് വഴിയുള്ള റൂട്ട്. ഈ ഒരു റൂട്ട് അങ്ങനെ ക്ലോസ് ചെയ്യുന്ന റൂട്ടൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റുന്ന റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മൾട്ടിപ്പിൾ തവണ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു നട്ടുപാതിരാത്രി പോകുന്നത് ആദ്യമായിട്ടാണ്. ഫീലിംഗ് ഗുഡ് ആക്ച്വലി. വെയിറ്റ് നമ്മൾ മെൽക്കന്നാൽ അല്ല ഇയാള് നോക്ക് ഫോഗ് ഉണ്ടെങ്കിൽ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമാണ് ഈ ഒരു ക്ലൈമറ്റ്. നമ്മൾ ഗോണിക്കൊപ്പം എത്തി ഗൈസ്. ഇതൊക്കെ നമ്മുടെ ഒരു മേജർ ലാൻഡ് മാർക്സ് ആണ് ഈ റൂട്ടിലേക്ക് കൂടി പോകുന്ന സമയത്ത്. അതേപോലെ ഞാൻ ഓക്സ്ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്സ്ലൈറ്റ് യൂസ് ചെയ്യുന്ന മിക്കവാറും സമയം ലൈറ്റ് ഇല്ലാത്ത റോഡ്സിലാണ്. ഇപ്പം ഈ ഒരു റോഡിൽ നിങ്ങൾക്ക് കാണാം വെൽ ലിറ്റാണ്. അപ്പം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഞാൻ ഓക്സ്ലൈറ്റ് യൂസ് ചെയ്യില്ല. പക്ഷേ മിക്കവാറും രാത്രി യാത്രകളിൽ നമ്മുടെ സ്റ്റോക്ക് ലൈറ്റ് കൊണ്ട് ബുദ്ധിമുട്ടാണ്, വേണ്ടത്ര വിസിബിലിറ്റി ഇല്ല. ആരായാലും യൂസ് ചെയ്യുമ്പോൾ റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യുക. അങ്ങാടെ കാണുന്ന ബാത്റൂമാന്ന് തോന്നുന്നുണ്ട്. ചോദിച്ചോക്കാം. അവിടെ വെള്ളമില്ല, വാട്ടർ പ്രോബ്ലം. അതുകൊണ്ട് 6 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട്. The privileged men കാര്യം സാധിക്കൽ here, but the underprivileged women. എനിക്ക് കാര്യം സാധിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ 6 കിലോമീറ്റർ അപ്പുറത്തേക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പായതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാനിവിടെ വയ്ക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കാട്ടിലെങ്ങാനും പോയിന്. നല്ല പ്രൈവസി ഉണ്ട്. നമുക്ക് ആ പൊന്തേൻ്റെ അപ്പുറത്തേക്ക് പോയാൽ മതി. നമ്മുടെ ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ് ആണ് കൂർഗ് ഗേറ്റ്. മിക്കവാറും സമയം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അവിടെ തുറന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഷൂ ആക്കാനുള്ളൊരു ഗ്യാപ്പും ചായ കുടിക്കാനുള്ളൊരു ഗ്യാപ്പും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് നമ്മൾ അവിടെ വാഷ്റൂം ഉണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ സാറ് പറഞ്ഞു അവിടെ വാഷ്റൂം ഇല്ല, കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദാറ്റ് പെട്രോൾ പമ്പ്. ഈ ഒരു റോഡിൽ ഞാൻ മൾട്ടിപ്പിൾ തവണ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ബൈക്കിലും കാറിലും ഒക്കെ. പക്ഷെ എനിക്ക് പറയാൻ മാത്രം ഒരു ആനിമൽസിന് എനിക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. മിക്കവാറും സമയം ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള സമയത്തായിരിക്കും നമ്മൾ പോയിട്ടുണ്ടാവുക. മേ ബി അതുകൊണ്ടായിരിക്കും. മാനിനെ 1-2 തവണ കണ്ടിട്ടുണ്ട് തോന്നുന്നു. അല്ലാതെ ഇന്നും എനിക്ക് കാണാനുള്ള ഒരു യോഗമില്ലാത്ത തോന്നുന്നു. ഇതായിരുന്നു ആ സാറ് പറഞ്ഞ പെട്രോൾ പമ്പ്. പക്ഷെ അവിടെ പെട്രോൾ അടിക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ചെക്കിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വാഷ്റൂം മാത്രം യൂസ് ചെയ്ത് അടുത്ത പെട്രോൾ പമ്പ് തപ്പി പോവാണ് ഗൈസ്. പെട്രോൾ പമ്പിലേക്ക് കയറുന്നു റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി, ശൂശുവാക്കാനുള്ള വ്യഗ്രതയിൽ. ഈ ഒരു കാലാവസ്ഥയിൽ സൂര്യനെ കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതാ പ്രഭാതം പൊട്ടി വിടരുന്നു ഗൈസ്.
പക്ഷെ ഒരു ഓറഞ്ച് കളറൊന്നും കാണുന്നില്ല കേട്ടോ. മേ ബി ഫോഗ് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. മിക്കവാറും സമയം ഈ സമയത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങലാണ്. സൺറൈസ് ഒന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെയെങ്കിലും സൺറൈസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഹാപ്പി. ഈ ഒരു റൂട്ട് ആക്ച്വലി നല്ല രസമാണ്. കാട് കഴിഞ്ഞ് കുറച്ച് വില്ലേജസ് വരും, പിന്നെ കുറേ നേരം ആൾക്കാരില്ലാത്ത സ്ഥലം. ആ വില്ലേജസിൽ കാള, കോഴി, ആട്, അങ്ങനത്തെ കുറേ ആനിമൽസ്. നയാറേൻ്റെ പെട്രോൾ പമ്പ് ഇവിടെ കയറാം. ഫുൾ ടാങ്ക്. കുറവല്ലേ, നമുക്ക് 170 ഞാനിപ്പോ നോക്കില്ല പെട്രോളിന്റെ പൈസ. എന്തായാലും അടിച്ചേ പറ്റൂ. വായും തലേന്നൊക്കെ വെള്ളം വേണ്ട. എഞ്ചിൻ ഓയിൽ ഒഴിക്കണം. നമ്മൾ റൈഡിൻ്റെ ഇടയിൽ മിക്കവാറും സമയം നയാറ, ജിയോ, ഷെല്ല്, ഇങ്ങനെ പുതിയ പുതിയ പെട്രോൾ പമ്പിലാണ് മാക്സിമം കയറാൻ നോക്കുക. ഇവിടെയൊക്കെ ഒന്നാമത് വാഷ്റൂംസ് നല്ലതായിരിക്കും, പമ്പ് ആസിറ്റീസ് നല്ല ക്ലീൻ ആയിരിക്കും. ഇതാ ഓറഞ്ച് സൂര്യൻ വന്നു ഗൈസ്. ഞാൻ വിചാരിച്ചു ഈ ഫോഗൊക്കെ ആയതുകൊണ്ട് കാണൂലെന്ന്. പിന്നെ കുറച്ച് കാലമായിട്ട് ഞാൻ സൺറൈസ് ഇപ്പോൾ കാണാറില്ല. ഒരു 8 മണിക്കൊക്കെ എണീറ്റ് സൺറൈസ് കാണാൻ പറ്റൂല എന്ന് അച്ഛനും അമ്മയും പറയാറുണ്ട്. അതുകൊണ്ട് ഫൈനലി ഐ ഗോ ടു സീ സൺറൈസ്. ഇവിടെയൊക്കെ റോഡ് നല്ല അടിപൊളി ബട്ടർ സ്മൂത്ത് റോഡാണ്. നമ്മൾ ആ ഒരു ചുരം, അതായത് മാക്കൂട്ട ചുരമൊക്കെ കയറുന്ന അവിടെയൊക്കെ അത്യാവശ്യം റോഡ് കുറേ കാലമായിട്ട് അത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ മഴ കഴിയുമ്പോഴും അവിടെ ഉരുൾപൊട്ടൽ സാധനങ്ങളൊക്കെ വന്നിട്ട് മിക്കവാറും റോഡ് പണി ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ വരുന്ന സമയത്തും റോഡ് അത്യാവശ്യം മോശമായിരുന്നു. ഇരുട്ടായതുകൊണ്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രോപ്പറായിട്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളി റോഡാണ്. എനിക്ക് തോന്നുന്നു ഫ്രഷ്ലി ടാർ ചെയ്ത റോഡാണ്. ഇതിലെ കൂടി പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ, മൈസൂർ, വേലൂർ, ഹസൻ ഇതൊക്കെ എത്തുന്നവർ പറയുന്നു. ഗവൺമെൻറ് ഓഫ് കർണാടക മൈസൂർ ബൻറ്റ്വാൾ റോഡ്. ഐ ഹോപ്പ് മൈ പ്രൊനൗൺസിയേഷൻ ഈസ് കറക്റ്റ്. പീപ്പിൾ ആർ വെരി സെൻസിറ്റീവ് നൗഡേയ്സ്. കുറേ നേരം തപ്പിയിട്ട് ഫൈനലി വി ഗോട്ട് എ റെസ്റ്റോറൻറ്റ്, ജനത റെസ്റ്റോറൻറ്റ്. സോ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. റെസ്റ്റോറൻറ്റ് കൊള്ളാം കേട്ടോ. ഫുഡും അത്യാവശ്യം മോശമില്ലാത്തൊരു ഫുഡാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഐ പ്രിഫർ ദീസ് കൈൻഡ് ഓഫ് റെസ്റ്റോറൻറ്റ്സ്. ഈ റോഡൊക്കെ വഴി മൾട്ടിപ്പിൾ തവണ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതന്നെയാണ് വന്ന വഴിയെന്നൊരു കൺഫ്യൂഷനാണ്. നമ്മൾ ഈ ലഡാക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷം K2K ചെയ്ത സെയിം NH44 ഒക്കെ കാണുന്ന സമയത്ത് അതൊരു ഓർമ്മയുണ്ടാവുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങോട്ടൊന്ന് വരുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഓർമ്മ കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം വരുന്ന പോലെയുണ്ട്. വെൽക്കം ടു ഹിസ്റ്ററിക്കൽ ടൗൺ ശ്രീരംഗപട്ടണ, നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ സ്വന്തം സ്ഥലം. ഈ ശ്രീരംഗപട്ടണ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഐലൻഡാണ്. നമ്മുടെ കാവേരി റിവർ കൊണ്ട് ഫോം ചെയ്തൊരു ഐലൻഡാണ്. നിങ്ങൾക്കറിയോ? ഈ ശ്രീരംഗപട്ടണത്താണ് രംഗനാഥസ്വാമി ടെമ്പിൾ ഉള്ളത്. ടിപ്പുവിൻ്റെ എംപയർ ഒക്കെ ഇവിടെ ഉണ്ടാകുന്നതിന് ഒരുപാട് മുന്നേ ഉണ്ടായ ഒരു അമ്പലമാണ്. ആ അമ്പലത്തിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ മൈസൂർ വന്ന സമയത്ത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ്, ദരിയ ദൗലത് ബാഗ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അവരുടെ ടോംബ്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം കൊണ്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മളെപ്പോഴും ഈ സർവീസ് റോഡ് വഴി തന്നെയാണ് പോലുണ്ടായിരുന്നത്, അല്ല ഇപ്പുറത്തിൽ കൂടിയാണോ? ഇപ്പുറത്തിൽ കൂടി എക്സ്പ്രസ് വേയോ എന്തോ ആണ് എന്നാണ് കേട്ടത്. പക്ഷെ ഞാൻ ഇതിന് മുന്നേ പോയ സമയത്ത് ഒരുപാട് പാലങ്ങളൊക്കെ ഇനി വേറെ റൂട്ടാണെന്നല്ല, അതൊരു രാത്രിയായിരുന്നു. ഞാൻ ഈ ഗറിലെടുത്തിട്ട് എനിക്ക് തോന്നുന്നു 500 കിലോമീറ്റേഴ്സിൻ്റെ സർവീസ് ആയിട്ട് ഞാൻ പിന്നെ പോയൊരു ലോങ് റൈഡ് ഇതായിരുന്നു, ബാംഗ്ലൂരേക്കായിരുന്നു, കുറച്ച് ആക്സസറീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇതേപോലെ രാത്രിയാണ് പോയത്. സർവീസ് റോഡിലൊന്നും കയറിയ ഒരു ഓർമ്മ എനിക്കില്ല. ഇത് ഇനിയിപ്പോൾ വേറെ റൂട്ടാണ് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇങ്ങനെ സർവീസ് റോഡിൽ എന്തായാലും പോയിട്ടില്ല, ദാറ്റ്സ് ഫോർ ഷുവർ. പിന്നെ ആകെയുള്ളൊരു സമാധാനം, സർവീസ് റോഡും നല്ല സ്പേഷ്യസ് ആണ്. നമ്മുടെ ഹൈവേൻ്റെ വീതി സർവീസ് റോഡിനുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. പക്ഷെ എന്നാലും അത് അങ്ങനെ അല്ലല്ലോ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ ഏത് റൂട്ടാണ് എടുത്തതെന്ന്, ഓർമ്മയില്ല. വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ടോയ്സ്, ചന്നപട്ടണ. ഇവിടുത്തെ ചന്നപട്ടണ ടോയ്സ് ഭയങ്കര ഫേമസ് ആണ്. വുഡൻ ടോയ്സ്, ഇക്കോ ഫ്രണ്ട്ലി വുഡൻ ടോയ്സ് ഭയങ്കര ഫേമസ് ആണ്. ഓൾസോ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു ചന്നപട്ടണ ടോയ്സിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ടല്ലോ, GI ടാഗ്, അതുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലാണ് ഈ സ്ഥലം വരുന്നത്. സോ ഇപ്പോഴത്തെ ഈ ബാംഗ്ലൂർ വിസിറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കും വരുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു ബ്രാൻഡുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. നവീനായിട്ടിന് വേറെ പുള്ളിയുടെ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഗന്ദിക്കോട്ട പിടിക്കാനാണ് പ്ലാൻ. ഗന്ദിക്കോട്ട, ഗ്രാൻഡ് കാനിയൺ ഓഫ് ഇന്ത്യ, ആന്ധ്രാപ്രദേശിലുള്ള അവിടെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ബേലം കേവ്സ് വരുന്നുണ്ട്, ലേപാക്ഷി വരുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടൊരു 3-4 ദിവസത്തെ റൈഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു റൈഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹനുമാൻജീൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട് ഇവിടെ, കൊള്ളാം അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അത് ആ ഒരു പ്രതിമ
ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഇതിപ്പോൾ ഏതാ റൂട്ട് എടുക്കുന്നതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഐ മീൻ കാരണം ഞാനും വരുണും നവീനാണ്ടും ഇന്റർകോം ത്രൂ കണക്റ്റഡ് ആണ്. വരുണിൻ്റെ ഫോണിൽ മാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുണിൻ്റെ നമ്മുടെ അടുത്തൊരു സ്പെയർ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്. അതിനകത്ത് മാപ്പ് വെച്ചിട്ട് നമ്മൾ ക്ലോൺ ചെയ്യാണ് ചെയ്യുക. ബേസിക്കലി നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ കൺസോളിലേക്ക് കണക്ട് ചെയ്യും. പക്ഷേ ഈ ഒരു കൺസോളിനകത്തേക്ക് ഈ മാപ്പ് വരുന്ന സമയത്ത് ഒരു കുറച്ചൊരു സ്ലോ ആണ്. ടേൺ എടുക്കേണ്ട സ്ഥലം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അവർ ടേൺ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരാളുടെ വണ്ടിയിൽ മാത്രം നമ്മൾ മാപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരുൺ ലെഫ്റ്റ് തിരിയാൻ പറഞ്ഞാൽ ലെഫ്റ്റ് തിരിയും, റൈറ്റ് തിരിയാൻ പറഞ്ഞാൽ റൈറ്റ് തിരിയും. അതാണ് നമ്മളെ അവസ്ഥ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ട്രാഫിക്കിലേക്ക് ഒരു വണ്ടി ഓടിക്കുക എന്നുള്ളത്. എനിക്കെന്തോ ഭയങ്കര ഒരു ടെൻഷനും പേടിയൊക്കെയാണ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഗറില്ല എടുത്തിട്ട് ഫസ്റ്റ് ലൈക്ക് ലോങ് റൈഡ് ബാംഗ്ലൂരേക്ക് പോയ സമയത്ത് ട്രാഫിക് എന്ന് പറഞ്ഞാൽ ട്രാഫിക്കാണ്. ആൾക്കാരിങ്ങനെ സൈഡിലേക്കൂടെയൊക്കെ ഇറങ്ങി മണ്ണിലേക്കൂടെയൊക്കെ അങ്ങനെ പോകുന്ന തരത്തിലുള്ള ട്രാഫിക്കായിരുന്നു രാത്രി വൈകുന്നേരത്തെ ബാംഗ്ലൂർ ട്രാഫിക്ക്. ഐ ഡോണ്ട് നോ ഹൗ, പക്ഷെ ഞാനത് മാനേജ് ചെയ്തു. അതിനുശേഷം എനിക്ക് ആ ഒരു പേടി വല്ലാണ്ട് കുറഞ്ഞു. കാരണം ഞാൻ യൂഷ്വലി നമ്മൾ ഹിമാലയൻ 411 ഉണ്ടാകുന്ന സമയത്ത് വരുൺ എൻ്റെ പില്ലിയൻ റൈഡറായിട്ട് ഉണ്ടാവലുണ്ട്. അപ്പം ആ സമയത്ത് വരുൺ എനിക്ക് കാലെത്തുന്നില്ലേ വരുൺ കാലുത്തുന്നുള്ളൊരു സമാധാനമുണ്ട്. ഇപ്പോൾ ഗറില്ലയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഞാൻ തന്നെ മാനേജ് ചെയ്യണം. എന്തൊക്കെ വന്നാലും ഞാൻ തന്നെ മാനേജ് ചെയ്യണം. അപ്പം ഉള്ളിലൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇപ്പം കമ്പാരിറ്റീവ്ലി കുറവാണ്. എനിക്കിപ്പോൾ ബാക്കിലേക്ക് ഒരു സൈഡിലേക്കൂടെയൊക്കെ വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ കുറച്ചൊരു പാനിക് ആവും. പക്ഷേ എന്താ ആ ഒരു ഫസ്റ്റ് ടൈം നിലനിർത്തി ഒരു വണ്ടി എടുത്ത് 1 വർഷം ആകുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഹ്യൂജ് ചേഞ്ച് എൻ്റെ ഒരു കോൺഫിഡൻസിൽ. നമ്മൾ സ്റ്റേ എടുത്തിട്ടുള്ളത് ജയനഗറിൽ എവിടെയാണ്. പക്ഷേ ഗൂഗിൾ മാപ്പ് കാണിച്ചിരുന്ന റോഡ് എന്ന് പറയുന്നത് ഇതാണ് കേസ്. അല്ല അവൻ പോയിക്കോന്നാ പറയുന്നത്. ഇല്ല ഞാൻ പോയി നോക്കട്ടെ. പേർക്കാണ് 1000 റുപ്യാണോ? ടാക്സ് അടക്കം 1000 നിലത്തും എടുക്കണ്ട. സോറി ടാക്സ് അടക്കം 990 അങ്ങനെ എന്തോ. വൈഫൈ ഉണ്ട്. നമ്മൾ മിക്കവാറും എന്നെ ട്രീ ബോയെ ബുക്ക് ചെയ്യും. പേന പിടിക്കില്ല, ഡാൻഡ്രഫ് പിടിക്കുക. നമ്മളൊരു ബിരിയാണി അടിച്ചിട്ട് വരാം. കാണിച്ച് കൊതിപ്പിക്കുന്നില്ല അല്ലേ? മുടി കെട്ടണോ? കെട്ടിക്കോ.